നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. പള്ളിക്കുന്ന് ബാങ്ക് ഭരണം വീണ്ടും പി കെ രാഗേഷും സംഘവും കൈയടക്കി. ഭരണസമിതി അധികാരത്തിൽ തിരിച്ചെത്തിയത് ഹൈക്കോടതി വിധിയോടെ. ബാങ്ക് ഭരണ കൈമാറ്റം നാടകീയ രംഗങ്ങൾക്കൊടുവിൽ. പകൽ സമയത്ത് വീടിനുള്ളിൽ കയറി മോഷണം, പ്രതി ഇരിട്ടിയിൽ പിടിയിൽ. അറസ്റ്റിലായത് താമരശ്ശേരി സ്വദേശി മുഹമ്മദ് അലി. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ അർപ്പണ ഹോം നഴ്സിംഗ് പദ്ധതിക്ക് തുടക്കമായി. പരിശീലനം ലഭിച്ച 34 പേർ ഇനി മുതൽ ഹോം നഴ്സുമാർ. പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മെഴുകുതിരി തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കലക്ടർ ID കാർഡും യൂണിഫോമും വിതരണം ചെയ്തു. തോട്ടട തോണിയോട് സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷം. വിദ്യാർത്ഥികളും നാട്ടുകാരും വലയുന്നു. കുടിവെള്ളക്ഷാമത്തിന് കാരണം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയത്. ശാശ്വത പരിഹാരം കാണണമെന്ന നാട്ടുകാർ. അനധികൃത സ്വത്ത് സമ്പാദനം. കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി പ്രവീൺ കുമാറിന്റെ ചാലക്കുന്നിലെ വീട്ടിൽ വിജിലൻസ് റെയ്ഡിൽ അനധികൃത പണമിടപാട് രേഖകളും പുള്ളിമാന്റെ തലയോടും കണ്ടെത്തി. പരിശോധന കോഴിക്കോട് DYSP രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ. വാർത്തകൾ വിശദമായി. പള്ളിക്കുന്ന് ബാങ്ക് പ്രശ്നം. പഴയ ഭരണസമിതി വീണ്ടും അധികാരത്തിൽ. ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഹൈക്കോടതി ഉത്തരവുമായി എത്തിയ ഭരണസമിതി അംഗങ്ങൾ അധികാരത്തിലേറി. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന് വഴിവെച്ച സംഭവമായിരുന്നു പള്ളിക്കുന്ന് ബാങ്ക് സമിതി പിരിച്ചുവിട്ടത്. ഏറെ നാളുകൾക്ക് ശേഷം കണ്ണൂരിലെ കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറിയുണ്ടാക്കിയ സംഭവമായിരുന്നു പള്ളിക്കുന്ന് ബാങ്കിലെ ഭരണസമിതി പിരിച്ചുവിടൽ. കഴിഞ്ഞ ജനുവരി 6-നായിരുന്നു അഴിമതി ആരോപണത്തെ തുടർന്ന് ജോയിന്റ് രജിസ്ട്രാർ ഭരണസമിതിയെ പിരിച്ചുവിട്ടത്. എന്നാൽ ബാങ്ക് പ്രസിഡന്റ് പ്രദീപ് കുമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് വന്നത്. ബാങ്കിലെ പണയപണ്ടം ലേലം ചെയ്യുന്നതിൽ സ്വർണ്ണപ്പണിക്കാരുമായി ചേർന്ന് അഡ്മിനിസ്ട്രേറ്റർ അഴിമതി നടത്തിയെന്നാരോപിച്ചായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പിരിച്ചുവിട്ട ജോയിന്റ് രജിസ്ട്രാർ നടപടി റദ്ദു ചെയ്തുകൊണ്ട് മാർച്ച് 18-നാണ് ഉത്തരവ് വന്നത്. 2 ദിവസത്തിനകം അധികാരം പഴയ ഭരണസമിതിക്ക് തിരിച്ചേൽപ്പിക്കുവാൻ ഉത്തരവിൽ പറയുന്നു. എന്നാൽ ഭരണസമിതി അധികാരം ഏറ്റെടുക്കാൻ എത്തിയതോടെ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിച്ചു. അധികാരം കൈമാറുന്നതിന്റെ ഭാഗമായി ബാങ്ക് മിനിറ്റ്സ് ബുക്ക് ആവശ്യപ്പെട്ടിട്ടും അഡ്മിനിസ്ട്രേറ്റർ നൽകാൻ തയ്യാറായില്ല. ക്യാബിനിൽ കയറിയ പ്രവർത്തകർ ബഹളം വെച്ചു. കോടതി വിധി നടപ്പിലാക്കാൻ തയ്യാറാവാത്ത അഡ്മിനിസ്ട്രേറ്റർ മറ്റാരുടെയോ തിട്ടൂരം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് PK രാഗേഷ് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ചാർജ് ഭരണസമിതിയെ തിരിച്ചേൽപ്പിക്കണമെന്നാണ്. ആ തിരിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് കാലത്ത് ജോയിന്റ് രജിസ്ട്രാർക്ക് കൊടുക്കുകയും ജോയിന്റ് രജിസ്ട്രാർ അതിനുമേലിൽ അടിയന്തരമായി ഉത്തരവിറക്കുകയും ഇന്ന് തന്നെ ചാർജ് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന അഡ്മിനിസ്ട്രേറ്റർ ഈ സമയം അത്രയുമായിട്ടും ഭരണസമിതിയുടെ മിനിറ്റ്സ് ബുക്കിൽ ചുമതല മാറിക്കൊടുക്കുന്നതിന് തടസ്സം നിൽക്കുകയാണ്. ബോധപൂർവമായി അദ്ദേഹം കൊടുക്കാതിരിക്കുകയും അപ്പോൾ ഇവിടെ സ്വാഭാവികമായ ഒരു വിഷയമുണ്ടാക്കി ആ വിഷയത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിന് അടികൊണ്ടു എന്നുള്ള വ്യാജ രേഖകൾ ചമക്കാനും മറ്റു രീതിയിൽ മറ്റുള്ളവരെ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഇത്തരത്തിൽ ഇവിടെ പെരുമാറുന്നത്. നിയമപരമായി അധികാരം കൈമാറാൻ തയ്യാറാവാത്തതിനാൽ പ്രവർത്തകരും ഭരണസമിതി അംഗങ്ങളും അഡ്മിനിസ്ട്രേറ്ററെ ഉപരോധിച്ചു. പിന്നീട് പോലീസ് സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിലാണ് അധികാരം കൈമാറുന്നതായി കാണിച്ച് ബാങ്ക് മിനിറ്റ്സ് കൈമാറിയത്. അനധികൃത സ്വത്ത് സമ്പാദനം. കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി പ്രവീൺ കുമാറിന്റെ ചാലക്കുന്നിലെ വസതിയിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. വിജിലൻസ് സ്പെഷ്യൽ സെൽ DYSP രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന. റെയ്ഡിൽ അനധികൃത പണമിടപാട് രേഖകളും പുള്ളിമാനിന്റെ തലയോടും കണ്ടെത്തി. രേഖകൾ പരിശോധിച്ചു വരുന്നു. പകൽ സമയത്ത് വീടുകളിലെ മോഷണം, പ്രതി പിടിയിൽ. താമരശ്ശേരി സ്വദേശി M മുഹമ്മദ് അലി എന്ന മമ്മാലിയെയാണ് ഇരിട്ടി DYSP P സുകുമാരനും സംഘവും അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ നിരവധി കവർച്ചാ കേസുകളിലെ പ്രതിയാണ് പിടിയിലായ മമ്മാലി. കേളകം അടക്കാത്തോട്ടിലെ കൊച്ചിൻ സ്റ്റേഷനറി ഉടമ രാജന്റെ വീട്ടിൽ നിന്നും പകൽ സമയത്ത് 15 പവൻ സ്വർണം കവർന്ന കേസിലെ അന്വേഷണമാണ് പ്രതിയെ വലയിലാക്കിയത്. പേരാവൂരിലെ പത്മനാഭന്റെ വീട്ടിൽ നിന്നും 1 പവനും 30,000 രൂപയും, അഞ്ചരക്കണ്ടി മൗവഞ്ചേരിയിലെ ഡോക്ടർ ഉഷയുടെ വീട്ടിൽ നിന്നും 3 പവനും 8,000 രൂപയും, അഞ്ചരക്കണ്ടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ ശശിധരന്റെ വീട്ടിൽ നിന്ന് 25 പവനും 30,000 രൂപയും കവർന്ന കേസിലെ പ്രതിയാണ് മുഹമ്മദ് അലി എന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് റൂറൽ, മലപ്പുറം ജില്ലകളിൽ നിരവധി കവർച്ചാ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ മമ്മാലി.
അമ്മാലി. ആൾതാമസമില്ലെന്ന് തോന്നിക്കുന്ന വീടുകളിൽ കയറി കോളിംഗ് ബെല്ലടിക്കും. നിരവധി തവണ ബെല്ലടിച്ചിട്ടും ആളുകൾ പുറത്തിറങ്ങി വരില്ലെങ്കിൽ കയ്യിൽ കരുതിയിരിക്കുന്ന കരിങ്കൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് വാതിലിന്റെ പൂട്ടുപൊളിച്ചാണ് വീടിനുള്ളിൽ കടക്കുന്നത്. കവർച്ച ചെയ്ത സ്വർണം കോഴിക്കോട് മിഠായി തെരുവിലും കൊടുവള്ളിയിലുമാണ് വിൽപ്പന നടത്തിയിരുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും കുടുംബശ്രീ മിഷനും സംയുക്തമായി ആരംഭിക്കുന്ന അർപ്പണ ഹോം നഴ്സിംഗ് പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ സരള മെഴുകുതിരി തെളിയിച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 33 കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 34 പേരാണ് ഹോം നഴ്സുമാരായി സേവന രംഗത്തേക്ക് ഇറങ്ങുന്നത്. 5 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ജില്ലാ പഞ്ചായത്ത് നീക്കിവെച്ചത്. സീസ്റ്റഡിൽ നിന്ന് 3 മാസത്തെ ഹോം നഴ്സിംഗ് പരിശീലനവും ജില്ലാ ആശുപത്രിയിൽ നിന്ന് 1 മാസത്തെ പ്രവൃത്തി പരിശീലനവും ഇവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. പാതയിൽ വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു പദ്ധതി തന്നെ ആയിരിക്കണം ഇത് എന്ന് ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തു കഴിഞ്ഞു. അതിനായാണ് കുടുംബശ്രീ മിഷൻ ഈ കഴിഞ്ഞ് നമ്മൾ നടന്നു വന്ന വഴികൾ പരിശോധിച്ചാൽ നമുക്കറിയാം. കുടുംബശ്രീ നമ്മളോട് എന്നും ഒരുപാട് പദ്ധതികളിൽ കൈകോർത്ത് പോയതാണ്. ഓരോ വർഷവും 3 കോടിയിലധികം രൂപയാണ് കുടുംബശ്രീയിലൂടെ നമ്മൾ സമൂഹത്തിന് വേണ്ടി ചിലവാക്കുന്നത് എന്നുള്ളതാണ്. ഹോം നഴ്സുമാർക്കുള്ള ID കാർഡും യൂണിഫോമും ജില്ലാ കളക്ടർ പി ബാലകിരൺ വിതരണം ചെയ്തു. കരാറടിസ്ഥാനത്തിലാണ് ഹോം നഴ്സുമാരെ ലഭ്യമാക്കുക. ഇടനിലക്കാരില്ല എന്നുള്ളതാണ് പദ്ധതിയുടെ പ്രത്യേകത. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ രതി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV പ്രേമരാജൻ, കെ നാരായണൻ, പി റോസ, AP സുജാത, PP മഹമ്മൂദ് തുടങ്ങിയവർ സംസാരിച്ചു. തോട്ടട തോണിയോട് സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷം. വിദ്യാർത്ഥികളും നാട്ടുകാരും വലയുന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതാണ് കുടിവെള്ള പ്രശ്നത്തിന് കാരണം. പലതവണ നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പൈപ്പിൽ അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ടെങ്കിലും ഇത് ശാശ്വത പരിഹാരമാവില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്കൂൾ എന്ന തോട്ടട നോർത്ത് LP സ്കൂളിലെ ടീച്ചർമാർക്ക് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ നേരമില്ല. അടുത്ത വീടുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുകയാണിവർ. വെള്ളമില്ലാത്തത് കാരണം കുടിക്കാനും കഞ്ഞിവെക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും കഴിയുന്നില്ല. സ്കൂളിന് സമീപം സ്വന്തമായി കിണറുണ്ടെങ്കിലും മോട്ടോർ ഇല്ലാത്തതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്ന് പ്രധാനാധ്യാപിക P ഷീന പറഞ്ഞു. നമുക്കിവിടെ പൈപ്പ് നമ്മുടെ സ്കൂളും മെയിനായി ആശ്രയിക്കുന്ന പൈപ്പ് വെള്ളമാണ്. മാനേജറാക്കി തന്ന PWD പൈപ്പാണ്. അപ്പം സ്കൂളിൽ കിണറുണ്ട് സ്വന്തമായിട്ട്, പക്ഷേ അത് കുറച്ച് അകലെയായിട്ടാണല്ലോ. അവിടുന്ന് വെള്ളം വലിച്ചു കൊണ്ടുവരാം. അതിൽ മോട്ടറൊന്നുമില്ല. കിണറിന് നല്ല ആഴമുണ്ട്. അപ്പം വെള്ളം വലിച്ചു കൊണ്ടുവരാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ചെറിയ കുട്ടികൾ. അപ്പം പല കുട്ടികളും പിന്നോക്ക ഏരിയയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അവർ പ്രാഥമിക ആവശ്യങ്ങളിലൂടെ വന്നിട്ടാണ് നിർവഹിക്കുന്നത്. അപ്പം അധ്യാപകരാണ് പോയിട്ട് വെള്ളം എടുത്തു കൊണ്ടുവരുന്നത് ഭക്ഷണത്തിന് വേണ്ടി. പിന്നെ അടുത്തുള്ള വീടുകൾ മാനേജറെ വീട്ടിൽ നിന്നൊക്കെയാണ് ലേശം വെള്ളം കൊണ്ടുവരുന്നത്. ഇപ്പം തോണിയോട് കാവ് മുതൽ നായനാറ് ഹൗസിംഗ് കോളനി വരെയുള്ള PWD ലൈൻ വഴിയാണ് സ്കൂളുകളിലേക്കും പരിസരത്തെ വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നത്. സ്കൂളിൽ ഈ അധ്യയന വർഷമാണ് പൈപ്പ് ലൈൻ വഴി ടാങ്കിൽ വെള്ളമെത്തിച്ചു തുടങ്ങിയത്. LKGയിലടക്കം 65 കുട്ടികളും 5 അധ്യാപികമാരും ഒരു പാചകക്കാരിയുമാണ് സ്കൂളിലുള്ളത്. വേനൽ കടുത്തതോടെ കിണറുകൾ വറ്റിവരണ്ടു. സമീപത്തെ നായനാർ കോളനിയിലുള്ളവർ അടക്കം ആശ്രയിക്കുന്നത് പൈപ്പ് വെള്ളത്തെയാണ്. ഞങ്ങൾക്കിവിടെ സാധാരണ ഒരാഴ്ചയിൽ 2 ദിവസമാണ് വെള്ളം വരാറ്. ഇപ്പം ഒരു മാസത്തിലേറെയായി തീരെ വെള്ളമില്ലാതെ. ഞങ്ങൾ ചെറിയ തുള്ളിയാറ്റം വരിക എന്നല്ലാതെ തീരെ വെള്ളം വരുന്നില്ല. അതെ, ഞങ്ങളുടെ കോളനിയിൽ മിക്കവാറും ആൾക്കാർ ഇത് ഈ വെള്ളം ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ്. കിണറ്റ് വെള്ളം വളരെ കുറവാണ്. 2-3 വീട്ടുകാർക്ക് കിണറുകളുള്ളൂ. ബാക്കി എല്ലാവരും പൈപ്പ് വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് പ്രായമായി. എൻ്റെ മക്കൾ കല്യാണം കഴിച്ച് പോയി. ഞാൻ ഒറ്റക്കാന്ന്. എനിക്ക് കുടിക്കാൻ വെള്ളം കുളിക്കാൻ വരും. 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കുന്നത്. പൈപ്പ് വെള്ളം എടുത്തിട്ട് കുളിക്കും. അപ്പം എനിക്ക് 4 ദിവസം കഴിയും. ഈ മോൾക്ക് അങ്ങ് സുഖമില്ലാത്ത മോള്. അവളോട് എപ്പോഴും പറയാൻ പറ്റൂല. മരുമകളാണ്. മോൻ വന്ന് രാവിലെ പോയാൽ രാത്രി വരും. പിന്നെ അവന് രാത്രി ഇരുട്ടത്ത് പോയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് സ്കൂൾ അധികൃതരും നാട്ടുകാരും നിരവധി തവണ നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നത്. എന്നാൽ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ബീഡിക്ക് ചുമത്തിയ 14.5% വിൽപ്പന നികുതി പിൻവലിച്ച ബീഡി തൊഴിലാളികൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് സ്വകാര്യ സഹകരണ മേഖലയിലെ ബീഡി ഉൽപാദകർ
വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിലവിൽ തന്നെ പ്രതിസന്ധി നേരിടുന്ന ബീഡി മേഖലയ്ക്ക് ബജറ്റ് നിർദ്ദേശം കനത്ത തിരിച്ചടിയാവും. 1 ലക്ഷത്തോളം വരുന്ന ബീഡി തൊഴിലാളികളെ ഇത് ബാധിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. വർദ്ധിച്ചുവരുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയുടെയും സർക്കാരിന്റെ പുകയില വിരുദ്ധ പ്രചാരണ പ്രവർത്തനങ്ങളുടെയും ഫലമായി ബീഡി വ്യവസായം ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീഡി വ്യവസായത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന തൊഴിലാളികൾക്ക് അനുദിനം ജോലി കുറഞ്ഞു വരികയാണ്. 14.5% നികുതി ചുമത്തുന്നതോടുകൂടി 12 രൂപയുടെ ഒരു കെട്ട് ബീഡിക്ക് ഏകദേശം 15 രൂപയ്ക്കടുത്ത് വില ഈടാക്കേണ്ടി വരും. വിതരണക്കാർക്കും മൊത്ത വ്യാപാരികൾക്കും മൂല്യവർദ്ധിത നികുതി സംബന്ധിച്ച കണക്കുകൾ യഥാസമയം ഹാജരാക്കുക, രേഖകൾ സൂക്ഷിക്കുക, അതിനായി വരുന്ന അധിക ചെലവുകൾ വഹിക്കുക എന്നീ പ്രയാസങ്ങളെ നേരിടേണ്ടതിനാൽ വ്യാപാരി സമൂഹം ബീഡി വ്യാപാരത്തിൽ താല്പര്യം കാണിക്കില്ല. നിലവിൽ തുച്ഛമായ വിൽപ്പന മാർജിൻ ലഭിക്കുന്ന വ്യാപാരികൾ ഇത് ഉപേക്ഷിക്കും. അന്യസംസ്ഥാന ബീഡി ഇവിടെ ധാരാളമായിട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ വാറ്റ് നികുതി ചുമത്തുമ്പോൾ നമ്മുടെ എല്ലാം ബീഡിയുടെ മേലെ ഇപ്പോൾ 12 രൂപയ്ക്ക് വിൽക്കുന്ന ദിനേശ് ബീഡി 15 രൂപയ്ക്ക് വിൽക്കേണ്ടി വരും. 5 രൂപക്കൊക്കെ മിനി സിഗരറ്റ് ലഭ്യമാകുമ്പോൾ 15 രൂപയ്ക്ക് ബീഡി ചുമത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ വിപണി ഇടിയും, നന്നായിട്ട് ഇടിയും. അത് ഫലത്തിൽ കലാശിക്കുക തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമാണ്. ആഴ്ചയിൽ 3 ദിവസം ജോലി ഉണ്ടായിരുന്നത് കഴിഞ്ഞ 2 വർഷം കൊണ്ടാണത് 6 ദിവസത്തേക്കൊക്കെ മാറിയത്. മറ്റൊരു തൊഴിൽ മേഖലയിലും പോകുവാൻ ആരോഗ്യമോ ശേഷിയോ ഇല്ലാത്ത ബീഡി തൊഴിലാളികൾക്ക് സമീപ ഭാവിയിൽ തന്നെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളതെന്ന് ബീഡി നിർമ്മാതാക്കൾ ചൂണ്ടിക്കാട്ടി. കണ്ണൂർ പത്രങ്ങളിലൂടെ തലചായ്ക്കാൻ ഒരിടമില്ലാതെ വലഞ്ഞ കല്യാടൻ മാധവിയമ്മയ്ക്ക് തറവാട് വൃദ്ധസദനത്തിൽ അഭയം നൽകിയത് മാതൃഭൂമിയിൽ വാർത്തയായി. തലശ്ശേരിയിലെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകരാണ് മാധവിയമ്മയെ തറവാട്ടിൽ എത്തിച്ചത്. റെയിൽവേ ക്വാർട്ടേഴ്സുകൾ വാടകയ്ക്കും മറിച്ചും കൊടുക്കുന്നതായും അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. 25ഓളം ക്വാർട്ടേഴ്സുകൾ അർഹരായവർക്ക് നൽകാതെ മറിച്ചു നൽകിയതായാണ് വിവരം. CPM ഭരിക്കുന്ന ആലക്കോട് സർവീസ് സഹകരണ ബാങ്കിലെ മുക്കുപണ്ട തട്ടിപ്പിൽ ജീവനക്കാരെ ബലിയാടാക്കുന്നതായി വീക്ഷണം റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 1 കോടിയുടെ തട്ടിപ്പാണ് നടന്നത്. പ്രതിഷേധത്തെ തുടർന്ന് ചില ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ലേലം ചെയ്യാൻ നടപടിയാവാതെ സർക്കാർ വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നതായി മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. മോട്ടോർ വാഹന വകുപ്പിലെ ഫയലുകൾ തീർപ്പാകാതെ കിടക്കുന്നതിനാൽ നിരവധി വാഹനങ്ങളാണ് തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ഇനിയൊരു ഇടവേളയ്ക്ക് മുന്നേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. പള്ളിക്കുന്ന് ബാങ്ക് ഭരണം വീണ്ടും PK രാഗേഷും സംഘവും കൈയടക്കി. ഭരണസമിതി അധികാരത്തിൽ തിരിച്ചെത്തിയത് ഹൈക്കോടതി വിധിയോടെ. ബാങ്ക് ഭരണ കൈമാറ്റം നാടകീയ രംഗങ്ങൾക്കൊടുവിൽ. പകൽ സമയത്ത് വീടിനുള്ളിൽ കയറി മോഷണം, പ്രതി ഇരിട്ടിയിൽ പിടിയിൽ. അറസ്റ്റിലായത് താമരശ്ശേരി സ്വദേശി മുഹമ്മദ് അലി. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ അർപ്പണ ഹോം നഴ്സിംഗ് പദ്ധതിക്ക് തുടക്കമായി. പരിശീലനം ലഭിച്ച 34 പേർ ഇനി മുതൽ ഹോം നഴ്സുമാർ. പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മെഴുകുതിരി തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ ID കാർഡും യൂണിഫോമും വിതരണം ചെയ്തു. തോട്ടട തോണിയോട് സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷം. വിദ്യാർത്ഥികളും നാട്ടുകാരും വലയുന്നു. കുടിവെള്ളക്ഷാമത്തിന് കാരണം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയത്. ശാശ്വത പരിഹാരം കാണണമെന്ന നാട്ടുകാർ. അനധികൃത സ്വത്ത് സമ്പാദനം. കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി പ്രവീൺ കുമാറിന്റെ ചാലക്കുന്നിലെ വീട്ടിൽ വിജിലൻസ് റെയ്ഡിൽ അനധികൃത പണമിടപാട് രേഖകളും പുള്ളിമാന്റെ തലയോടും കണ്ടെത്തി. പരിശോധന കോഴിക്കോട് DYSP രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് With you, within your reach, Koili Heart Center, Koili Hospital, Kannur. Admissions to this temple of learning are now open. Gemino International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. 2 ലക്ഷത്തിൽ പരം കോട്ടൺ ശ്രേണികളുമായി ഭാരതം ഒരുമിക്കുന്നു ഒരു കോട്ടൺ ഉത്സവത്തിനായി. കല്യാൺ സിൽക്സ്. Dhanalakshmi Hospitals, Kannur. Care and cure with dedication. Naturals, Capital Mall, near Thana, Kannur. Indian Fashion, Abhilash Tourist Home, Station Road, Kannur. ശില്പഭംഗിയാർന്ന കരകൗശല വസ്തുക്കളുടെ നിറഞ്ഞ ശേഖരം. റോയൽ ഇന്ത്യ, താന ജംഗ്ഷൻ, താന, കണ്ണൂർ. ഷീ കളക്ഷൻസ്, കണ്ണൂർ,
തളിപ്പറമ്പ്. സ്വപ്നങ്ങളാൽ നെയ്തെടുത്ത പട്ടിൻ പ്രൗഢി കാഞ്ചി സിൽക്സ് പ്രഭാത് ജംഗ്ഷൻ ഫോർട്ട് റോഡ് കണ്ണൂർ. വാർത്തകളിലേക്ക്. കാട്ടാമ്പള്ളി സ്റ്റെപ്പ് റോഡ് ഭാഗങ്ങളിൽ മാലിന്യം കുന്നുകൂടുന്നു. പ്രദേശവാസികൾ ആരോഗ്യ ഭീഷണിയിൽ. വർഷങ്ങളായി അനുഭവിക്കുന്ന ഈ നാറുന്ന പ്രശ്നത്തിന് ഇതുവരെ പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. മൂക്കുപൊത്തിയല്ലാതെ ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന അവസ്ഥയാണിപ്പോൾ. മാലിന്യ പ്രശ്നം ഇതിനു മുമ്പും ഉണ്ടായപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാത്രികാലങ്ങളിൽ കാവൽ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ കാവൽ സംവിധാനം നിർത്തിയതോടെ മാലിന്യ നിക്ഷേപം വീണ്ടും വർദ്ധിച്ചു. ഇവിടെ ഒരു പഞ്ചായത്ത് തലത്തിലുള്ള സംഘാടന സമിതി ഉൾപ്പെടെ എല്ലാവിധത്തിലുള്ള കാവൽ ഭടന്മാരായിട്ട് ഇവിടെ രാത്രികാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് കാവൽ കിടക്കുന്ന സമയത്തിൻ്റെ ആ ഒരു മാലിന്യങ്ങൾ ഇടുന്നത് കുറച്ചു കാലം നിന്നിരുന്നു. പക്ഷേ പിന്നെ വീണ്ടും ഇവിടെ കാടുകൾ കൂടി. ഈ കാടിൻ്റെ സമയത്ത് രാത്രി കാലങ്ങളിൽ 12 മണിക്ക് ശേഷമാണ് ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. ഈ മാലിന്യങ്ങൾ നിരവധിയും വരുന്നത് കണ്ണൂർ പട്ടണങ്ങളിലെ നിരവധി കടകളിൽ നിന്നും ഇറച്ചിക്കടകളിൽ നിന്നുമാണെന്ന് വസ്തുത എല്ലാവർക്കും അറിയുന്നതാണ്. രാത്രിയിലും അതിരാവിലെയും ചാക്കുകളിലാക്കിയാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. ദുർഗന്ധത്തിന് പുറമെ തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. വർഷങ്ങളായുള്ള നാറുന്ന പ്രശ്നത്തിന് പരാതി പറഞ്ഞും സമരം നടത്തിയും നാട്ടുകാർ മടുത്തു. സർക്കാരും അതുപോലെ തന്നെ പഞ്ചായത്തും വളരെ ശക്തമായ രീതിയിൽ ഇടപെടുകയും അതുപോലെ തന്നെ നിയമപാലകരും ആ ശക്തമായ രീതിയിൽ ഒരു വ്യക്തിക്കെതിരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഈ മാലിന്യം ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ സാധിക്കും. ഈ അവസ്ഥ തുടർന്നാൽ മൂക്കുപൊത്തിപ്പോലും ഇതുവഴി യാത്ര ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒപ്പം വൻ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉണ്ടാവും. കേരള പോലീസ് വാർഷിക പരിശീലനം പോലീസ് മൈതാനിയിൽ നടന്നു. ജില്ലാ പോലീസ് മേധാവി PN ഉണ്ണിരാജിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ഗ്രനേഡ്, ഫയറിംഗ് തുടങ്ങിയവയിലുള്ള പരിശീലനത്തിൽ ജില്ലയിലെ DYSP, CI, SIമാർ പങ്കെടുത്തു. പകർച്ചവ്യാധി നിയന്ത്രണം ആരോഗ്യവകുപ്പ് നടത്തിയ ആരോഗ്യ സന്ദേശ യാത്രയ്ക്ക് സമാപനമായി. ടൗൺ സ്ക്വയറിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സരള ഉദ്ഘാടനം ചെയ്തു. 5 ദിവസത്തെ സന്ദേശയാത്രയിൽ തെരുവു നാടകം, നാട്ടരങ്ങ്, ഓട്ടൻതുള്ളൽ തുടങ്ങിയ കലാരൂപങ്ങൾ അരങ്ങേറി. ജില്ലാ കളക്ടർ P. ബാലകിരൺ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MK ഷാജ, ഡോക്ടർ TS സിദ്ധാർത്ഥ, ഡോക്ടർ AT മനോജ്, TV അഭയാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി അങ്ങോട്ടുള്ള അവർ നടന്നു വന്ന വഴികളിൽ അവർ കൃത്യമായിട്ടും അവരുടെ നിയോഗം, ജനിച്ചു വീഴുന്ന ഓരോരുത്തർക്കും കൃത്യമായ നിയോഗങ്ങളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. അത് നമ്മൾ ജനിച്ചു വീഴുമ്പോഴോ ഒരുപക്ഷെ ഒരു 10-15 വയസ്സാവുമ്പോഴോ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഏത് പ്രൊഫഷനിലാണ് ഇരിക്കുന്നത് അവിടെ നമ്മൾ ജ്വലിച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ് എൻ്റെ നിയോഗം, ഈശ്വരൻ. വേങ്ങാട് കൃഷിഭവൻ പരിധിയിൽ വരുന്ന കുഴിയിൽ പിടിക വയലിൽ സ്വയം സഹായ സംഘം ഇറക്കിയ ജൈവ കൃഷിയിൽ 100 മേനി വിളവ്. ഹരിതമിത്ര സ്വയം സഹായ സംഘമാണ് ഇവിടെ 2.5 ഏക്കർ വയലിൽ കൃഷി ചെയ്തത്. 5 സ്ത്രീകളും 14 പുരുഷന്മാരും അടങ്ങിയ ഹരിതമിത്ര സ്വയം സഹായ സംഘം കൃഷി ചെയ്യാതെ കിടന്ന 3 ഏക്കർ വയലിൽ കഴിഞ്ഞ വർഷം 100 മേനിയുടെ വിജയമാണ് വിളയിച്ചെടുത്തത്. എന്നാൽ നെല്ലിന് പകരം ഇത്തവണ ജൈവ പച്ചക്കറിയാണ് കൃഷി ചെയ്തത്. മികച്ച രീതിയിലുള്ള കൃഷി ചെയ്യുന്ന സംഘത്തിന് സാമ്പത്തിക സഹായം നൽകുമെന്ന് വേങ്ങാട് കൃഷി ഓഫീസർ വിഷ്ണു S. നായർ പറഞ്ഞു. ഇവരെ സംബന്ധിച്ച് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 2 പ്രദർശന തോട്ടം, 2 ഏക്കറിൽ ഓരോ ഏക്കർ വീതമുള്ള 2 പ്രദർശന തോട്ടത്തിനായിട്ട് നമുക്ക് 24,000 രൂപ നമ്മളിപ്പോൾ ഈ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ നമ്മൾ ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞു. അതിന് പുറമെ ഒരു ഏക്കറിന് 6,000 രൂപ വെച്ചിട്ട് 2 ഏക്കറിന് 12,000 രൂപ ഇവർക്ക് മറ്റ് കൃഷി ചെലവ് എന്ന് പറഞ്ഞിട്ട് അത് വേറെയും കൊടുക്കും. അപ്പം ഫലത്തിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6, 6, 12, 24 36,000 രൂപയ്ക്ക് ഉള്ള ആനുകൂല്യം നമ്മൾ ഇവർക്ക് കൊടുക്കും. ഈ ആനുകൂല്യം പ്രതീക്ഷിച്ചല്ല ഇവർ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. സത്യത്തിൽ സ്വാശ്രയ സംഘത്തിലെ 19 പേരും 2,000 രൂപ വീതം എടുത്താണ് ആദ്യം നെൽകൃഷി ചെയ്തത്. പിന്നീട് ജൈവ പച്ചക്കറിയിലേക്ക് തിരിയുകയായിരുന്നു. പാട്ടത്തിനടുത്ത 2.5 ഏക്കർ വയലിൽ വെള്ളരി, പയർ, വെണ്ട, ചീര തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് കൃഷി തുടങ്ങിയതെന്ന് സംഘം സെക്രട്ടറി VV രാജീവൻ പറഞ്ഞു. നമുക്കിവിടെ തരിശായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. വെറുതെ ഇങ്ങനെ കാട് കെട്ടിയിട്ട് ആൾക്കാർക്ക് നെൽകൃഷിയാക്കാണ്ട് ഇങ്ങനെ തരിശായിട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്കൊരു ആശയം തോന്നി, ഇങ്ങനെ നമ്മൾ കർഷക സംഘത്തിൻ്റെ ആൾക്കാർ വന്ന് അങ്ങനെയായിട്ട് നമ്മൾ ഈ കൃഷി നടത്താൻ നോക്കി. അങ്ങനെ കൃഷി നമുക്ക് നെൽകൃഷി നല്ല വിജയമായിരുന്നു. ബാക്കി നമ്മൾ ആദ്യം നമ്മൾ കൃഷി ചെയ്യാൻ 2,000 രൂപ നമ്മൾ സ്വന്തം ഓരോ വ്യക്തിയിൽ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ് കൃഷി ചെയ്തത്. ഇതിപ്പം ധനസഹായം നമുക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കുളത്തിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്താണ് കൃഷി നനയ്ക്കുന്നത്. ഇതിന് വയലിൽ പല ഭാഗങ്ങളിലായി താൽക്കാലിക മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിഷുവിന് വിളവെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ വേങ്ങാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഔട്ട്ലെറ്റുകൾ തുറക്കും. കേരള മഹിളാ ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകളും സാമൂഹ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. OV സീന അധ്യക്ഷത വഹിച്ചു. CMP CP ജോൺ വിഭാഗം ജില്ലാ സെക്രട്ടറി CA അജീർ, മനോരമ സബ് എഡിറ്റർ KP സഫീന, അഡ്വക്കേറ്റ് ജീന ബായി, KMF ജില്ലാ സെക്രട്ടറി K ജയശ്രീ, ജില്ലാ പ്രസിഡന്റ് കാഞ്ചന മാച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കുടുംബ ജീവിതവുമായി ഒതുങ്ങി ജീവിക്കുക എന്നല്ലാതെ പഠിച്ച ആ തൊഴിൽ ചെയ്യാൻ പോലും വലിയ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം പെൺകുട്ടികളെ നമുക്ക് ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. സാധാരണ രീതിയിലുള്ള ഒരു ഡിഗ്രി വിദ്യാഭ്യാസം എടുത്ത് വീട്ടിലേക്ക് ഒതുങ്ങി കൂടുന്നതിന് പകരം സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ആ ഒരു താല്പര്യ ബുദ്ധി നമ്മുടെ കുട്ടികളിലേക്ക് കൂടുതലായി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കണം. എളയാവൂർ ഗ്രാമസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 7ാം വാർഡ് പാടശേഖര സമിതി കൊയ്ത്തുത്സവം നടത്തി. എടക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV തങ്കമണി ഉദ്ഘാടനം ചെയ്തു. എളയാവൂർ സൗത്ത് കണ്ണൻകുളങ്ങര ഭാഗങ്ങളിലെ തരിശായി കിടക്കുന്ന 3 ഏക്കർ വയലിലാണ് നെൽകൃഷി ഇറക്കിയത്. പച്ചക്കറി കൃഷി ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തത നേടാൻ കൃഷിക്ക് ഊന്നൽ നൽകിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും PV തങ്കമണി പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൽ തരിശു നിലങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കാർഷിക മേഖലക്ക് മാത്രം ആണ് ഊന്നൽ, കാർഷിക മേഖലക്കും അതേപോലെ കുടിവെള്ളത്തിനുമാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത്. 35 ലക്ഷത്തിലധികം രൂപ നമ്മൾ കാർഷിക മേഖലക്ക് മാത്രം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തിലുള്ള എല്ലാ വയലുകളും കൃഷിക യോഗ്യമാക്കുക എന്നുള്ള ആ ഒരു പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ ഈ ഒരു വർഷം 1-2 വർഷക്കാലമായിട്ട് പഞ്ചായത്ത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ തരിശു നിലങ്ങൾ ഒന്നുമില്ലാത്ത രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം പഞ്ചായത്ത് കാഴ്ചവെക്കുമ്പോൾ അതിനൊട്ടനവധി പ്രയാസങ്ങൾ പഞ്ചായത്തുകൾ നേരിടുന്നുണ്ട്. പാടശേഖര സമിതി പ്രസിഡന്റ് M വത്സരാജ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ K സതീശൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ അജയൻ മീനോത്ത്, കൃഷി ഓഫീസർ P അജയകുമാർ, PP രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫിഷ് മർച്ചന്റ് ആൻഡ് കമ്മീഷൻ ഏജന്റ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ നടന്നു. ജില്ലാ വ്യാപാരി ഭവനിൽ സംസ്ഥാന പ്രസിഡന്റ് KPM കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി നൂറുദ്ദീൻ തലശ്ശേരി, ബഷീർ എടാട്ട, ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂരിലെ പ്രശസ്ത വസ്ത്രാലയങ്ങളായ അനശ്വര സിൽക്സും ജീസൺസ് റെഡിമെയ്ഡും ജെൻസ് ഗ്യാലറിയും തെക്കേ ബസാറിലെ G-മാളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നു. മാർച്ച് 26-ന് സിനിമാ താരം ജയസൂര്യ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും. 3 സ്ഥാപനങ്ങളും അനശ്വര സിൽക്സ് എന്ന ബ്രാൻഡ് നെയിമിലാണ് G-മാളിൽ പ്രവർത്തിക്കുകയെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. 1.5 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 11 നിലകളിൽ ജീസൺസ് ഗ്രൂപ്പ് പണിത G-മാളിന്റെ 6 ഫ്ലോറുകളിൽ 70,000 സ്ക്വയർ ഫീറ്റിന്റെ വിശാലതയിലാണ് അനശ്വര സിൽക്സ് പുനഃസജ്ജീകരിച്ചിരിക്കുന്നത്. കല്യാണ വസ്ത്രം മുതൽ കുട്ടിയുടുപ്പുകൾ വരെ എല്ലാ വസ്ത്രങ്ങളും അനശ്വര സിൽക്സിൽ ലഭിക്കും. പരിശുദ്ധ പട്ടിനുള്ള അംഗീകാരമായി സിൽക്ക് മാർക്ക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന സിൽക്ക് മാർക്ക് മുദ്രയുള്ള പട്ടുസാരികളുടെ വൈവിധ്യവും വിപുലവുമായ ശേഖരം വെഡ്ഡിംഗ് സെക്ഷന്റെ പ്രത്യേകതയാണ്. രാജ്യത്തെ പ്രമുഖ റെഡിമെയ്ഡ് ബ്രാൻഡുകളുടെ വൻ നിര തന്നെ ജെൻസ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുടെ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ, ടീനേജിന്റെ ട്രെൻഡി ഫാഷൻ ഡ്രസ്സുകൾ തുടങ്ങി എല്ലാം മിതമായ വിലയിൽ അനശ്വര സിൽക്സിൽ ലഭിക്കും. അണ്ടർഗ്രൗണ്ടിൽ 2 നിലകളിലായാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 100-ലധികം കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. അനശ്വര സിൽക്സിന് പുറമെ സൂപ്പർ മാർക്കറ്റ്, പാർട്ടി ഹാൾ, പ്ലേ സ്റ്റേഷൻ, ഫുഡ് കോർട്ട്, ഫാൻസി ഷോപ്പുകൾ, ബ്യൂട്ടി പാർലർ തുടങ്ങിയവയും ഉടൻ തന്നെ G-മാളിൽ പ്രവർത്തന സജ്ജമാകുമെന്ന് MD O മോഹനൻ അറിയിച്ചു. അവിടെ അനശ്വര സിൽക്സ്, കണ്ണൂരിൽ ജീസൺസ് ജെൻസ് ഗാലറി, ഇങ്ങനെ 3 സ്ഥാപനങ്ങളും കൂടി അപ്പോൾ അങ്ങോട്ടേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഇവിടെ ഇപ്പോഴും നിലവിൽ ഇപ്പം ഞങ്ങൾ സ്ഥലപരിമിതികളും പാർക്കിംഗ് സൗകര്യങ്ങൾ കുറവും ഇതെല്ലാം പരിഹരിച്ച് പുതിയൊരു കെട്ടിടത്തിലേക്ക് നല്ല പാർക്കിംഗ് ഒരു 125 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കംപ്ലീറ്റ് പുതിയ എല്ലാ സൗകര്യങ്ങളോടുള്ള ഒരു പുതിയൊരു മാള് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 26-ാം തീയതി 11 മണിക്ക് ജയസൂര്യാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏച്ചൂർ വെസ്റ്റ് UP സ്കൂൾ 109-ാം വാർഷികാഘോഷവും സ്മാർട്ട് ക്ലാസ് റൂമും AP അബ്ദുള്ളക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് C ശ്യാമള അധ്യക്ഷത വഹിച്ചു. MLA ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മാണം. ഹെഡ് മിസ്ട്രസ് TV ഗീത, V രമണി, കട്ടേരി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നൃത്തനൃത്യങ്ങളും അരങ്ങേറി. ഒരു മഹാക്ഷേത്രമാണ് ഈ ക്ഷേത്രം. സ്കൂളിൽ വരാനും ഇവിടെ ഇതുപോലൊരു പരിപാടിക്ക് വന്നപ്പോൾ ഈ കട്ടേരി പ്രകാശൻ വാർഡ് മെമ്പർ അദ്ദേഹത്തിൻ്റെ ഉദ്രവം സഹിക്കാനിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ തരാൻ തീരുമാനിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് സന്തോഷമായി.
മക്കളെ നിങ്ങളെ പോലത്തെ സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരുപാട് സൗകര്യക്കുറവുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കുകയാണ്. കമ്പ്യൂട്ടറിനെ നിങ്ങൾക്ക് തൊടാം, കമ്പ്യൂട്ടറിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉമ്മാക്കാം. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. ദേശീയ ഗെയിംസിന്റെ ഫ്ലെക്സ് രഹിത പരസ്യ പ്രചരണം യുവ സംരംഭകരെ അനുമോദിച്ചു. പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന ഫ്ലെക്സിനു പകരം ഇക്കോസൈൻ എന്ന വസ്തു ഉപയോഗിച്ച് പ്രചാരണം നടത്തിയ റിയാസ്, കബീർ, മുനീർ എന്നിവരെയാണ് ആദരിച്ചത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിലെ വിദ്യാർത്ഥികൾ ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സുശീൽ ആറോൺ, സച്ചിൻ സൂര്യകാന്ത്, MP ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു പ്രത്യേക അറിയിപ്പ്. കീഴുന്ന മേലോട്ട് മന്നപ്പൻ ക്ഷേത്രത്തിൽ നാളെ പ്രതിഷ്ഠാദിന പൂജാതി കർമ്മങ്ങൾ നടക്കും. മുല്ലപ്പള്ളി തന്ത്രികളുടെ കാർമ്മികത്വത്തിലാണ് കർമ്മങ്ങൾ നടക്കുക. തുടർന്ന് പ്രസാദ സദ്യയും ഭഗവതി പൂജയും സർപ്പബലിയും ഉണ്ടായിരിക്കും. അവസാനമായി അറിയിപ്പുകൾ. കെട്ടിട നികുതി കുടിശ്ശിക ഈ മാസം 31-നുള്ളിൽ ഒറ്റത്തവണയായി അടയ്ക്കുന്നവർക്ക് പിഴ പലിശ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. നികുതിദായകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബീവറേജസ് LD ക്ലർക്ക് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി ഫ്രണ്ട്സ് പഠനവേദി 22-ന് കണ്ണൂർ CC കമ്പ്യൂട്ടർ സെന്ററിൽ സൗജന്യ ക്ലാസ് നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് 7034849907. ആധാർ കാർഡിൽ വന്ന തെറ്റുകൾ കണ്ണൂർ ചെത്തിപ്പീടികയിലുള്ള ആധാർ കേന്ദ്രത്തിൽ ഇന്നും നാളെയും തിരുത്താം. തെറ്റുതിരുത്തുന്നതിന് ആവശ്യമായ രേഖകൾ ഹാജരാക്കണം. പ്രകമ്പനം കലാസാഹിത്യവേദി എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കഥ കവിതാ രചനാ മത്സരം നടത്തുന്നു. 29-ന് കണ്ണൂർ ഈക്കോസ് ഓഡിറ്റോറിയത്തിലാണ് മത്സരം. വിശദവിവരങ്ങൾക്ക് 0497474810. കടമ്പൂർ പുതിലാട്ട് മടപ്പുര മുത്തപ്പൻ ദേവസ്ഥാനത്ത് 22-ന് രാവിലെ 9 മണിക്ക് താമ്പൂല പ്രശ്നം നടക്കും. പലേരി അമ്പലം ശിവക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലന ക്ലാസും ശാസ്ത്രീയ സംഗീത ക്ലാസും സംഘടിപ്പിക്കുന്നു. യോഗ പരിശീലന ക്ലാസ് 21-ന് രാവിലെയും ശാസ്ത്രീയ സംഗീത ക്ലാസ് ഏപ്രിൽ 1-നും തുടങ്ങും. തന്നട ഈസ്റ്റ് LP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നു. 22-ന് രാവിലെ 9 മണിക്ക് രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. വിശദവിവരങ്ങൾക്ക് 9446386822. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിൽ കണ്ണൂരിലെ പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് വിവിധ തസ്തികകളിൽ മാർച്ച് 21-ന് രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂ നടത്തുന്നു. താൽപര്യമുള്ളവർ മാർച്ച് 21-ന് മുമ്പ് 049727076110 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. പള്ളിക്കുന്ന് ബാങ്ക് ഭരണം വീണ്ടും PK രാഗേഷും സംഘവും കൈയടക്കി. ഭരണസമിതി അധികാരത്തിൽ തിരിച്ചെത്തിയത് ഹൈക്കോടതി വിധിയോടെ. ബാങ്ക് ഭരണ കൈമാറ്റം നാടകീയ രംഗങ്ങൾക്കൊടുവിൽ. പകൽ സമയത്ത് വീടിനുള്ളിൽ കയറി മോഷണം, പ്രതി ഇരിട്ടിയിൽ പിടിയിൽ. അറസ്റ്റിലായത് താമരശ്ശേരി സ്വദേശി മുഹമ്മദ് അലി. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ അർപ്പണ ഹോം നഴ്സിംഗ് പദ്ധതിക്ക് തുടക്കമായി. പരിശീലനം ലഭിച്ച 34 പേർ ഇനി മുതൽ ഹോം നഴ്സുമാർ. പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മെഴുകുതിരി തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ ID കാർഡും യൂണിഫോമും വിതരണം ചെയ്തു. തോട്ടട തോണിയോട് സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷം. വിദ്യാർത്ഥികളും നാട്ടുകാരും വലയുന്നു. കുടിവെള്ളക്ഷാമത്തിന് കാരണം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയത്. ശാശ്വത പരിഹാരം കാണണമെന്ന നാട്ടുകാർ. അനധികൃത സ്വത്ത് സമ്പാദനം. കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറി പ്രവീൺ കുമാറിന്റെ ചാലക്കുന്നിലെ വീട്ടിൽ വിജിലൻസ് റെയ്ഡിൽ അനധികൃത പണമിടപാട് രേഖകളും പുള്ളിമാന്റെ തലയോടും കണ്ടെത്തി. പരിശോധന കോഴിക്കോട് DYSP രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.